നാടൻ മട്ടൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒരു വലിയ സവോള അരിഞ്ഞത് ചേർക്കാം. സവോള പെട്ടെന്ന് വഴണ്ടി വരാൻ അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നത് നല്ലതാണ്. കുറച്ച് വേപ്പില ഇടാം. ഇനി ഇതിലേക്ക് 10-15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചതച്ചത് ഇതിലേക്ക് ചേർക്കുക. അത് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർക്കുക. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കുക. തക്കാളി നന്നായി വെന്ത് അലിഞ്ഞ് ഇതിൽ ചേരണം. അതാണ് നമ്മുടെ ഗ്രേവിയുടെ പാകം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടൺ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വേവിക്കുക. അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നന്നായി തിളച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നന്നായി വെള്ളമൊക്കെ വറ്റണം. ചിലപ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും ഇത് വേവാൻ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ഇത് ചേർക്കാൻ. അങ്ങനെ നമ്മുടെ നാടൻ മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ.